അങ്ങനെ ഞാൻ VFAക്ക് വേണ്ടി പഠിക്കാൻ പ്രോപ്പറായിട്ട് തുടങ്ങി. പക്ഷേ ഞാൻ നേരത്തെ VFAക്ക് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ സിലബസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സിലബസ് ഇപ്പോൾ എടുത്തതേ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പുതുതായിട്ടിരിക്കുന്നത്. അടുത്ത് ഞാൻ ആസ്ത അക്കാഡമിയിലെ ഒരു കറണ്ട് അഫേഴ്സ് ഇല്ലേ, അപ്പോൾ അതിനെ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ പഠിക്കാണ്ട് കറണ്ട് അഫേഴ്സ് ഇച്ചിരി പാടായുണ്ട്. പിന്നെ എനിക്കൊരു ബയോളജി സയൻസ് ഭാഗം ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് തന്നെ സയൻസ് ഭാഗം ഭയങ്കര പാടാണ് പഠിക്കാനായിട്ട്. അതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഒരു മാത്സ് എഴുതി പഠിക്കാൻ വേണ്ടി. പിന്നെ ഇതൊക്കെ എൻ്റെ PYQന് വേണ്ടി. പിന്നെ ഇത് ഇംഗ്ലീഷും മലയാളമൊക്കെ എഴുതാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഞാൻ എന്നും എന്ത് ചെയ്യും, ഒരു PYQ ചെയ്യും, അതിൻ്റെ എല്ലാം എഴുതി വയ്ക്കും. ഇതാണ് ഞാൻ ചെയ്തത്. ഇത് 62/26 എന്നും ഓരോന്ന് വെച്ച് ചെയ്യും. അപ്പോൾ ഇതിനി എത്ര ശരി തെറ്റെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, ചെയ്തു. ഇനി മാർക്ക് നോക്കാം. തെറ്റ് 1, 2, 3, 4, 10 റോങ് ആൻസർ. അതുകൊണ്ട് ചിലരുടെ ഈ കീഴടങ്ങൽ അവർ തെറ്റായിരുന്നു എന്നതുകൊണ്ടായിരിക്കില്ല, മറിച്ച് നിങ്ങളുമായുള്ള അവരുടെ ബന്ധം അവരുടെ വാശിയേക്കാൾ വലുതാണെന്ന തിരിച്ചറിവുകൊണ്ടായിരിക്കും. അതെ, ചില ദൂരങ്ങൾ നമ്മുടെ ഈ കാഴ്ചകൾക്കപ്പുറമാണ്. ഈ മുതലാളി തോണിക്കാർ കൊണ്ടുവന്ന മത്സ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു. എന്നിട്ട് വളരെ കുറഞ്ഞ വില പ്രഖ്യാപിച്ചു. പിന്നീട് അതേ മത്സ്യങ്ങൾ നഗരത്തിലെ മുതലാളിയുടെ കടയിൽ വളരെ ഉയർന്ന വില ലഭിച്ചു. ഒരു ദിവസം ഇതിനെ ഒരു യുവ തോണിക്കാർ ചോദ്യം ചെയ്തു. മുതലാളി തന്റെ വില സ്വീകരിക്കാൻ 67. അപ്പം 3 മാർക്ക് കുറയും. അപ്പോൾ 63.7 തോന്നുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്ന് കിട്ടിയത്. ഞാൻ കട്ട് ഓഫ് ഇട്ടിരുന്നത് 50, പിന്നെ 15 മാത്സിന് വേണമെന്നായിരുന്നു. അപ്പം മാത്സിന് എനിക്ക് 15 കിട്ടിയിട്ടുണ്ട്. അപ്പം 5, അപ്പോൾ 65ആണ്. പക്ഷെ 67 കിട്ടി. പിന്നെ നെഗറ്റീവാണ് പോയത്. ഈ നെഗറ്റീവെല്ലാം ഞാൻ എന്ത് ചെയ്യും, എഴുതി പഠിക്കും.